ആവശ്യത്തിനുള്ള ഡൈപ്പേഴ്സ് നല്ലോണം എടുക്കുക. പിന്നെ വെറ്റ് വൈപ്സും ഡ്രൈ ടിഷ്യൂവും കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്യുക. സാനിറ്റൈസർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ബാഗിൽ തന്നെ എപ്പോഴും ഹാങ് ചെയ്ത് ഞാൻ വെക്കാറുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള നാപ്കിൻസ് എടുക്കുക, ബിബ് എടുക്കുക, ചേഞ്ചിന് 2 ഡ്രസ്സ് എടുക്കുക എക്സ്ട്രാ, പിന്നെ ഒരു ഷോള് ഫീഡിങ്ങിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഗിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നത്. ബാഗ് അത്യാവശ്യം സ്പേഷ്യസ് തന്നെ എടുക്കുക. ലിക്വിഡ് അധികം ക്യാരി ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എയർപോർട്ടിൽ ഒരുവിധം റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. ബേബി ഉള്ളത് കൊണ്ടുള്ള കൺസിഡറേഷനും ഉണ്ടാവും. ലിക്വിഡായിട്ട് എൻ്റെ ബാഗിൽ ആകെ ഉള്ളത് ഒരു സാനിറ്റൈസറും അതുപോലെ തന്നെ വാവേൻ്റെ ഒരു കുഞ്ഞ് നേസൽ ഡ്രോപ്പുമാണ്. നേസൽ ഡ്രോപ്പ് ഇല്ലെങ്കിൽ സ്പ്രേ ഞാൻ കമ്പൽസറി എടുക്കാറുണ്ട് ട്രാവലിങ്ങിൽ. കാരണം ഇപ്പോൾ വേണമെങ്കിലും മൂക്കടപ്പോ ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേസൽ ഡ്രോപ്പ് ഒരു നല്ല റിലീഫാണ്. ഇനി ഫ്ലൈറ്റ് ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.